ഹായ് ഹലോ 3S ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് കുക്ക് ചെയ്യുന്നത് വേറെ ആരുമല്ല, എൻ്റെ അച്ഛനാണ്. അച്ഛൻ നന്നായി പാചകം ചെയ്യും. എൻ്റെ ഇളയമേരെല്ലാം പാചകത്തിൻ്റെ ഗുരു അച്ഛനാണ്. അച്ഛൻ്റെ സ്പെഷ്യൽ റെസിപ്പിയായ ഏട്ടക്കറിയാണ്. ഏട്ട കുടംപുളി ഇട്ട് വെച്ചതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടാലോ. ഇതാണ് എൻ്റെ അച്ഛന് കൊല്ലപ്പടിയാണ്. അച്ഛൻ നല്ലൊരു പാചകക്കാരനും കൂടിയാണ്. അച്ഛൻ്റെ സ്പെഷ്യൽ കുടംപുളി ഇട്ട് വെച്ച ഏട്ടക്കറി നമുക്ക് കണ്ടുനോക്കാം. അപ്പോൾ ഏട്ടക്കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏട്ട ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും മഞ്ഞളും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, ഉപ്പ്, വെളിച്ചെണ്ണ, കുരുമുളക്, കുടംപുളി കുതിർത്ത് വെച്ചതാണ്, പറങ്കിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്, മഞ്ഞൾപ്പൊടി, സവാള അരിഞ്ഞു വെച്ചതാണ്, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചതാണ്, മല്ലിപ്പൊടി, കറിക്ക് ആവശ്യമായി താഴ്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഉള്ള ഉള്ളി ജീരകമാണ്. ഒരു ചട്ടിയിലേക്ക് ഉപ്പും മഞ്ഞളും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് തന്നെ സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചതാണ്, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, പറങ്കിപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുടംപുളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടണമല്ലോ, അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം ചട്ടി ഒന്ന് ചുറ്റിച്ചിട്ട് അത് മാറ്റി വെക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് ചട്ടി അടുപ്പത്തേക്ക് വെക്കുന്നത്. എന്നിട്ട് മൂടി വെച്ച് വേവിക്കുന്നത്. കറി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് മൂടി വെക്കണം. അത് നന്നായിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുകയാണ്. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അത് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ്. ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം അതിന് കറിക്കാവശ്യമായ ഉപ്പ് കാര്യങ്ങളെല്ലാം നോക്കിയാണ്. ഉപ്പും മഞ്ഞളും നമ്മൾ ആദ്യം ഒന്ന് മീനൊന്ന് മിക്സ് ചെയ്ത് എടുത്തില്ലേ, പിന്നെ നമ്മൾ ഒന്ന് കറിയെല്ലാം തിളച്ച് വരുന്നതിന് ശേഷമാണ് ഉപ്പ് നോക്കുന്നത്. അതൊന്ന് കറിക്ക് ആവശ്യമായ ഉപ്പ് വേണോ വേണ്ടയോ എന്നെല്ലാം നോക്കണ്ടേ. അതിന് വേണ്ടിയിട്ടൊന്ന് ഉപ്പ് നോക്കിയാണ് കുറച്ച് ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്തതിന് ശേഷം സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. കറി നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ്. നമ്മളെ കറി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് താളിച്ചിടുക ചെയ്യാണ്ട് അതിന് ഉള്ളി ജീരകവും കൂടിയിട്ട് താളിക്കുകയാണ്. അതിലേക്ക് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ
നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിന് ശേഷം അത് നമ്മളെ കുറുകി വന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ കുടംപുളി ഇട്ട് വെച്ച കറി റെഡി ആയിട്ടുണ്ട്. ഉള്ളിയെല്ലാം തളിച്ചിടുമ്പോൾ അതിൻ്റെ ടേസ്റ്റെല്ലാം കൂടി വരൽ. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കറി നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കുടംപുളി ഇട്ട് വെച്ച ഏട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് നോക്കാം. മീൻ കറി നല്ല പൊളിയാണ്. കുടംപുളി ഇട്ട് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.